2003 നമ്മുടെ ഹോളിവുഡിലെ ലെജൻഡറി ആയിട്ടുള്ള ക്ലിന്റ് ഈസ്റ്റ്വുഡ് അദ്ദേഹം ഒരു മികച്ച നടൻ എന്നതിനേക്കാൾ ഉപരി ഒരു മികച്ച സംവിധായകൻ കൂടിയാണ് എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള ഒരു സിനിമയായിരുന്നു അദ്ദേഹം തന്നെ സംവിധാനം ചെയ്തിട്ടുള്ള ക്രൈം ഡ്രാമയായിട്ടുള്ള മിസ്റ്റിക് റിവർ. അപ്പോൾ അദ്ദേഹം ഈ സിനിമയിലൂടെ തുറന്നു കാണിക്കാൻ ശ്രമിച്ചത് മനുഷ്യന്റെ ഇരുണ്ട വശങ്ങളിൽ കൂടിയിട്ടുള്ള ഒരു അനുഭവത്തെയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഡയറക്ഷൻ സ്കില്ല് എത്രമാത്രം മികച്ചതാണ് എന്ന് ഈ സിനിമ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. അതായത് ഈ സിനിമയിൽ കൂടെ തന്നെ മികച്ച പ്രകടനത്തിലൂടെ തന്നെ രണ്ട് നടന്മാർക്ക്, മെയിൻ ആയിട്ട് 3 കഥാപാത്രങ്ങളാണ് ഈ സിനിമയെ ചുറ്റിപ്പറ്റി പോകുന്നത്. അതിൽ തന്നെയുള്ള 2 നടന്മാർക്ക് ഓസ്കാർ നോമിനേഷൻ കിട്ടിയിട്ടുണ്ട്, ഓസ്കാർ നേടുകയും ചെയ്തു. മികച്ച നടനുള്ള ഓസ്കാർ പുരസ്കാരം ഷോൺ പെണ്ണിനും, അതേപോലെ തന്നെ മികച്ച സഹനടനുള്ള ഓസ്കാർ പുരസ്കാരം ടിം റോബിൻസിനും നേടിയെടുത്തു ഈ സിനിമ. ശരിക്കും ക്ലിന്റ് ഈസ്റ്റ്വുഡ് ഈ സിനിമയെ സമീപിപ്പിച്ചത് ഒരു സാധാരണ ഒരു ക്രൈം ത്രില്ലർ എന്നുള്ള രീതിയിലല്ല, ഒരു മനഃശാസ്ത്രപരമായിട്ടുള്ള ഒരു അപ്രോച്ചിൽ കൂടെയാണ്. അതായത് നീതി, പ്രതികാരം തുടങ്ങിയ കാഴ്ചപ്പാടുകളെ ഒരു ചോദ്യം ചെയ്യുന്ന തരത്തിലേക്കാണ് ഇദ്ദേഹത്തിന്റെ ഒരു ഡയറക്ഷൻ ലെവലിലേക്ക് ഈ ഒരു സിനിമയെ അദ്ദേഹം പകർത്തിയിട്ടുള്ളത്. ഈ സിനിമയുടെ ഒരു പോക്ക് ഒരു പതിഞ്ഞ താളത്തിലുള്ളതാണ്. അതായത് ഒരു അനാവശ്യമായിട്ടുള്ള ഒരു നാടകീയതയ്ക്കൊന്നും ഇടം നൽകാതെ, എന്നാൽ വൈകാരികത ഒട്ടും ചോരാതെ തന്നെ കഥാപാത്രങ്ങൾ തമ്മിലുള്ള ആ ഒരു മാനസിക സംഘർഷത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടൊക്കെ തന്നെയാണ് ക്ലിന്റ് ഈസ്റ്റ്വുഡ് ഈ സിനിമയെ അപ്രോച്ച് ചെയ്തിരിക്കുന്നത്. ഈ സിനിമയിൽ പ്രധാനപ്പെട്ട 3 കഥാപാത്രങ്ങളാണുള്ളത്. ഒന്ന് ജിമ്മി, ഡേവ്, സീൻ. ഇവര് ബാല്യകാലം മുതൽക്ക് തന്നെ സുഹൃത്തുക്കളാണ്. അങ്ങനെ 1975 ഒരു കുട്ടിക്കാലത്ത് അതിൽ ഡേവിനൊരു ദുരന്തം സംഭവിക്കുന്നു. അങ്ങനെ ആ ഒരു ദുരന്തം ഇവരുടെ മൊത്തം ജീവിതത്തെ മാറ്റിമറിക്കുന്നു. അങ്ങനെ 25 വർഷങ്ങൾക്ക് ശേഷം ഇവരുടെ ജീവിതം മൊത്തം മാറി മറിയുകയാണ്. അതിൽ ജിമ്മി ഒരു ഗാങ്സ്റ്റർ ആയിട്ടാണ് ഇപ്പം പോസ്റ്ററിൽ നിലകൊള്ളുന്നത്. അതേപോലെ തന്നെ ഡേവിന് കുട്ടിക്കാലത്ത് സംഭവിച്ചിട്ടുള്ള ആ ഒരു ട്രോമയിൽ നിന്നും രക്ഷപ്പെട്ടിട്ടൊന്നുമില്ല. അദ്ദേഹം ആ ഒരു ഓർമ്മകളിലാണ് ഇപ്പോഴും ജീവിക്കുന്നത്. സീൻ ഒരു പോലീസ് ഓഫീസറായി മാറുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു രാത്രി ജിമ്മിയുടെ, അതായത് ഗാങ്സ്റ്റർ ആയിട്ടുള്ള ജിമ്മിയുടെ മകൾ കൊല്ലപ്പെടുകയാണ്. അങ്ങനെ തുടർന്ന് ഈ തകർന്ന സൗഹൃദം വീണ്ടും ഒരുമിക്കുകയാണ്. പക്ഷെ ഈ ഒരുമിക്കുന്നത് എന്തിനാണ്? അത് ഒരു സംശയത്തിൻ്റെയും ഒരു കളങ്കത്തിൻ്റെയും കണ്ണിലൂടെ മാത്രമേ ഇനി അങ്ങോട്ട് കാണാനാവും. തുടർന്ന് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് സിനിമ കണ്ടിട്ട് തന്നെ അറിയണം. കുട്ടിക്കാലത്തെ ഒരു ട്രോമ അത് വലുതാകുമ്പോൾ എങ്ങനെ നേലിക്കുന്നു എന്നതും, അതേപോലെ തന്നെ നീതിയാണോ പ്രതികാരമാണോ വലുത് എന്നതും, അല്ലെങ്കിൽ സ്വന്തം സുഹൃത്തുക്കളെ സംശയത്തിന്റെ നിഴലിൽ നിർത്തേണ്ട ഒരവസ്ഥ, അതൊക്കെ ഈ ഒരു സിനിമയിൽ കൂടെ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഈ സിനിമയിൽ 3 കഥാപാത്രങ്ങളായിട്ട് എത്തുന്നത്, ജിമ്മി ആയിട്ട് എത്തുന്നത് ഷോൺ പെണ്ണാണ്. അതേപോലെ തന്നെ ഡേവായിട്ട് എത്തുന്നത് ടിം റോബിൻസൺ ആണ്. സീൻ പോലീസ് ഓഫീസറായിട്ട് എത്തുന്നത് കെവിൻ ബേക്കൺ ആണ്. ഈ അഭിനയത്തിന്റെ ഈ കൊടുമുടി എന്നൊക്കെ പറയാവുന്ന തരത്തിലുള്ള പെർഫോമൻസ് ആണ് ഈ 3 പേർക്കും ഈ സിനിമയിലുള്ളത്. വെറുതെ അല്ല ഈ പറയുന്ന സിനിമയിൽ നിന്നും മികച്ച നടനുള്ള ഓസ്കാറും സഹനടനുള്ള ഓസ്കാറും ഒക്കെ ആ ഒരു കാലത്ത് ലഭിച്ചത്. ശരിക്കും ബോസ്റ്റണിലാണ് ഈ കഥ നടക്കുന്നത്. അവിടെ ശരിക്കും ഒരു മിസ്റ്റിക് റിവർ എന്ന് പറയുന്ന ഒരു നദിയുണ്ട്. ശരിക്കും കുട്ടിക്കാലത്ത് സംഭവിച്ചിട്ടുള്ള ആ ഒരു ദുരന്തവും ഓർമ്മയും ഒരു നദി പോലെ തന്നെ ഈ ഒരു കഥാപാത്രങ്ങളുടെ ലൈഫിൽ ഒഴുകി നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം മിസ്റ്റിക് റിവർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേര് ഇതിന് വന്നിട്ടുള്ളത്. യഥാർത്ഥത്തിൽ മിസ്റ്റിക് റിവർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നോവലും ഉണ്ട്. അപ്പം അതിൽ നിന്ന് ചെറിയ മാറ്റങ്ങളുണ്ട് എന്നാണ് ചില റിപ്പോർട്ട്സിൽ നിന്ന് മനസ്സിലാകുന്നത്. ഈ മിസ്റ്റിക് റിവറിന്, അതായത് റിവറിന് എന്തെങ്കിലുമൊക്കെ അടിയിൽ ഒളിപ്പിച്ചു വെക്കാനോ അല്ലെങ്കിൽ മൂടി വെക്കാനോ ഒക്കെ സാധിക്കും. അതേപോലെ തന്നെ ഈ സിനിമയിലെ കഥാപാത്രങ്ങൾ ചെയ്യുന്ന തെറ്റുകൾ, അതല്ലെങ്കിൽ അവരുടെ രഹസ്യങ്ങൾ മൂടി വെക്കുന്ന തരത്തിലുള്ള ആ ഒരു പ്രതീകാത്മകമായിട്ടുള്ള ഒരു പേരും കൂടിയാണ് ഈ സിനിമയുടെ ഒരു ടൈറ്റിൽ. ഈ സിനിമയിലെ കഥാപാത്രങ്ങളുടെ പ്രകടനത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു രംഗമുണ്ട്. ഈ ഷോൺ പെണ്ണിന്റെ കഥാപാത്രമായിട്ടുള്ള ജിമ്മി, അദ്ദേഹം മകളെ നഷ്ടപ്പെടുമ്പോൾ എടുത്തിട്ടുള്ള ഒരു ഹൃദയഭേദമായിട്ടുള്ള ഒരു രംഗമുണ്ട് ഈ സിനിമയിൽ. അതൊക്കെ ഒരു ഒറ്റ ടേക്കിലാണ് ഈ സിനിമയിൽ ചിത്രീകരിച്ചിട്ടുള്ളത്. അതൊക്കെ ചിലപ്പോൾ ഓസ്കാർ നേടാൻ സഹായിച്ചിട്ടുണ്ടാകും. അതേപോലെ തന്നെ ഇതിന്റെ ക്ലൈമാക്സിനോട് അടുക്കുമ്പോൾ തന്നെ നമ്മൾ ശരിക്കും സ്തബ്ധരായി പോകും. പിന്നെ ഇത് ഒരു ക്രൈം ഡ്രാമ എന്നുള്ളതിനേക്കാൾ ഉപരി സൗഹൃദത്തിന്റെ ആഴത്തിനെയും പരപ്പിനെയും, അതേപോലെ തന്നെ വൈകാരിക സംഘർഷങ്ങളൊക്കെ ഒരു പ്രതിപാദിക്കുന്ന ഒരു സിനിമയായിട്ടാണ് തോന്നുന്നത്. അപ്പൊ ഈ സിനിമ കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളെങ്കിൽ ഈ സിനിമയെ കുറിച്ചിട്ടുള്ള നിങ്ങളായിട്ടുള്ള അഭിപ്രായം ഒന്ന് കമന്റ് ബോക്സിൽ അറിയിക്കൂ. ഇനി കണ്ടിട്ടില്ല എങ്കിൽ മികച്ചൊരു ക്രൈം ഡ്രാമ ത്രില്ലർ കണ്ട് എന്നുള്ള സംതൃപ്തിയോടെ നിങ്ങൾക്ക് ഈ സിനിമ കണ്ടിരിക്കാം.